ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിത് സുഖമായിരിക്കുന്നു. ഇന്നൊരു ബീച്ച് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു 5 മണി ആ ഒരു ടൈമിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങണത്. കറക്റ്റ് പറയുകയാണെങ്കിൽ 5:10 ഉണ്ടാവും. ആ ഒരു സമയത്താണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബീച്ചിൽ വന്ന ടൈമാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാരുണ്ടായിരുന്നു. എന്താ പറയുക, നല്ലോണം നല്ല ആൾക്കാരുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ടും പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. സാധാരണ ഇപ്പോൾ എല്ലാ മക്കൾക്കും വെക്കേഷൻ ആണെങ്കിൽ പോലും എന്താ പറയുക, കുറേ ആൾക്കാർ ഇപ്പോൾ ഈ വെക്കേഷൻ കോഴ്സിൽ കുട്ടികളെ ചേർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും ഒക്കെ അങ്ങനെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ സൺഡേ ഞായറാഴ്ച ആകുമ്പോൾ അവർക്ക് എന്തായാലും ഓൺലൈനാണെങ്കിലും അതൊന്ന് ലീവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെയാണെന്ന് തോന്നുന്നു. സാധാരണ നമ്മൾ ബീച്ചിൽ വരുന്ന ആ ഒരു ടൈപ്പ് പോലെയല്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ എന്താ പറയുക, ഞാൻ വിചാരിച്ച് ഡ്രസ്സൊന്നും നനക്കാൻ സമ്മതിക്കാതെ അതിനങ്ങനെ പിടിച്ചിരുത്തി. പക്ഷേ അവൻ്റെ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവനക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി തന്നെ വേണം. അങ്ങനെ പിന്നെ നിഷേക അവനും തന്നെ വെള്ളത്തിലോട്ട് നിഷേകൻ്റെ അവനെ കുറച്ചങ്ങോട്ട് ഇറക്കി കൊടുത്ത്. പിന്നെ അവനത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവരിങ്ങനെ വെള്ളത്തിലിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ചെറുതായിട്ടൊന്ന്, വല്ലാണ്ട് എനിക്കിങ്ങനെ ഡ്രസ്സ് നനയ്ക്കണമെന്ന് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ കാല് മാത്രം ഒന്ന് നനയ്ക്കുമല്ലോ അങ്ങനെ. പിന്നെ അതിനോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേലൊന്നായിട്ട് നനച്ച് വരരുത്. അങ്ങനെ ഒന്നാമത് ആ ഡ്രസ്സിൽ ഒന്നായിട്ട് ആകെ കച്ചറാക്കിയിട്ടാവും പിന്നെ അവൻ വരുന്നുണ്ടാവുക. അത് കാരണം പിന്നെ നിയമോളം വല്ലാത്തൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. അവൾ കുറ്റിപ്പുറത്താണുള്ളത്. അവളോട് ഇന്നലെ ഞാനിങ്ങനെ ഞങ്ങൾക്ക് പിന്നെ എൻ്റെ എളാപ്പാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് തന്നെ പോരേ. അപ്പോൾ അവൾക്ക് വെക്കേഷനാണ്, ഇപ്പോൾ ഇത്രയും ദിവസം സ്കൂള് പൂട്ടിയിട്ട് അവിടെ തന്നെ ആയിരുന്നു, കുറ്റിപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇനി വായോ നമുക്കിങ്ങനെ പോകാനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൾ എന്താ പറയുക, നിങ്ങൾ എവിടേക്കാണെങ്കിലും പോയിക്കോളി, ഞാൻ കുറച്ചും കൂടി അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അവളൊരു വല്ലാത്തൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെന്താ പറയുക, ചില സമയത്ത് എന്താ പറയുക വലിയ തിരയാണല്ലോ വരിക. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഇതുമില്ല, നമ്മളൊരു ചെറിയ ശ്രദ്ധ പോയാൽ മതിയല്ലോ, ഭയങ്കര പേടിയാണ്. അപ്പോൾ എന്താ പറയുക, ചില സമയത്ത് നല്ല വലിയ തിരയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എന്താ പറയുക, ആൾക്കാർ ഇങ്ങനെ വെള്ളത്തിലിറങ്ങി കുളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസം തന്നെയായിരുന്നു. പിന്നെ ഇതിങ്ങനെ ഇരുട്ടാവാനായിട്ട് ഇങ്ങനെ തുടങ്ങി. അപ്പോൾ ആദ്യക്കാണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമായിട്ട് ഫുഡൊക്കെ കഴിക്കേണ്ടി വരും. അപ്പോൾ എന്താ പറയുക, നല്ലോണം ഇവിടെ ആൾക്കാരായ കാരണത്തിന് എനിക്ക് അറ്റത്തേക്ക് കുറേ ചെറിയ ചെറിയ കടകളിലായിട്ട് ഓരോ സാധനങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് തൊട്ടടുത്ത് നമ്മൾ ഏതാണോ കണ്ടത് അവിടെ നിന്നുള്ളിച്ച് അത് വാങ്ങിത്തരാൻ പറ്റും. അങ്ങനെ ഈ ചെറണ്ടേസ് അത് വാങ്ങിച്ചു. പക്ഷേ ഇത് നമ്മൾ സാധാരണ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താ പറയുക, ഒന്നാമത് അതിൽ മിക്സിങ് വളരെ കുറവായിരുന്നു. പിന്നെ വാങ്ങിച്ചല്ലേ വിചാരിച്ച് അങ്ങനെ ഉണ്ട് കഴിച്ചില്ല, ആകെ ചടച്ചിട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ ഇരുട്ടായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ ഇവിടെ തനിച്ചിരിക്കാനായിട്ട് നല്ലൊരു ഫീലായിരുന്നു. കാരണം നമ്മളിവിടെ ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഒരു കാറ്റും നമ്മുടെ മെമ്മറീസ് കാര്യങ്ങൾ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചുകൂടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ച് റിട്ടേൺ വരികയാണ്. പിന്നെ വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ നേരെ വീട്ടിലോട്ട് അങ്ങനെ പോവുകയാണ് ചെയ്തത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ബീച്ചിൽ ആ ഒരു സ്പെൻഡ് ചെയ്ത ഒരു ടൈം ഉണ്ടല്ലോ, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഇതേപോലെ ഫാമിലിയായിട്ട് വരികയാണെങ്കിലൊക്കെ മാഷാ അല്ലാഹ് നല്ല രസമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴെങ്കിലും അവരെ പേരൻസായിട്ട് കുട്ടികളെ പുറത്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ബീച്ചൊക്കെ മക്കൾക്ക് നല്ല ഇഷ്ടമാവും. അങ്ങനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളും നമ്മുടെ ചെറുതിൽ നമ്മുടെ പേരൻസിൻ്റെ കൂടെ പുറത്ത് പോയ സ്ഥലങ്ങളൊക്കെ നമ്മുടെ മനസ്സിലൊരു മെമ്മറി ആയിട്ട് കിടക്കുമല്ലോ, എപ്പോഴും നല്ല ഓർമ്മകളായിട്ട്. അതേപോലെ നമ്മളും നമ്മളെ കുട്ടികളെ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലൊരു എൻജോയ്മെൻ്റായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.
ഇപ്പോൾ ഒരുവിധം കുട്ടികളൊക്കെ മൊബൈൽ ഫോണിലൊക്കെ എന്താ പറയുക അഡിക്റ്റായിട്ടും അതിലിങ്ങനെ ഒതുങ്ങിപ്പോയതുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ മക്കൾക്ക് എന്താവും മൈൻഡ് കുറേ ഫ്രീ ആവുകയും ചെയ്യും, അവരെ മൈൻഡും ക്ലിയർ ആവും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പാരൻസ് എന്ന രീതിയിൽ നമ്മൾക്കും നമ്മുടെ മക്കൾ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ അത് കാണുമ്പോൾ നല്ല സന്തോഷമാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറോടും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയാനൊക്കെ കഴിയും. നമുക്ക് എപ്പോഴും എന്ത് വേണം, ഒരു ഷെയറിങ് ഒരു മെൻറ്റാലിറ്റി വേണമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മൈൻഡും ഒന്ന് ക്ലിയർ ആവും. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ. പിന്നെന്താ, അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരുവിധം എല്ലാവരും ഓരോ ജോലിയായിട്ട് ഇപ്പോൾ വീട്ടിലിരുന്നിട്ടാണെങ്കിൽ യൂട്യൂബിലായിട്ടാണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ആൾക്കാർ എപ്പോഴും ബിസിയാണ്. എന്നാലും കുറേ ആൾക്കാർ നമ്മളറിയാത്ത നമ്മളെ ചുറ്റിലും ചിലപ്പോൾ ഉണ്ടാവും, വീട്ടിൽ തന്നെ ഇങ്ങനെ അടഞ്ഞു കൂടിയിട്ട്, അതായത് വീട്ടിലത്തെ ഹൗസ് വൈഫായിട്ട്. അങ്ങനെ ചെയ്യുന്നതൊക്കെ നല്ല തന്നെയാണ്. പക്ഷേ അവരുടെ ഉള്ളിലും ഉണ്ടാവില്ല ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളും സ്വപ്നങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ പറയാനുള്ള ഏതെങ്കിലും പുതിയ കൂട്ടുകാർ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.